റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി നമ്മളോട് വിവരിച്ചു തന്ന സംഭവ വികാസങ്ങളെ യാതൊരു ഉറപ്പും വ്യക്തതയുമില്ലാതെ നമ്മളുടെ നാട്ടിൽ നമ്മളുടെ സാഹചര്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളുമായി ചേർത്ത് വ്യാഖ്യാനിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ ഖിയാമത്തിന്റെ അടയാളമായി അവസാന കാലങ്ങളിൽ നടക്കുന്ന ഫിത്നകളും യുദ്ധങ്ങളും വിവരിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ മൽഹമത്തുൽ കുബ്ര, ഏറ്റവും വലിയ മഹായുദ്ധം എന്ന് പരിചയപ്പെടുത്തിയ ഖിയാമത്തിന്റെ വലിയ അടയാളങ്ങളുടെ ആരംഭമായ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട നബിതങ്ങൾ പറഞ്ഞ വാചകങ്ങള് ഇന്ന് വ്യാപകമായി ഇറാനും അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തോട് ബന്ധിപ്പിച്ച് അതിലേക്ക് ചേർത്ത് വ്യാഖ്യാനിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലതും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നതൊക്കെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേട്ട് മനസ്സിലാക്കാനും നമ്മളുടെ ബുദ്ധിക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിന് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എന്റെ പ്രവാചകൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രവാചകന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് ഞാൻ പ്രവാചകന് ദൈവിക സന്ദേശമായി മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന കാര്യങ്ങളാണ് പ്രവാചകത്വത്തിന്റെ നാവ് കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൽ നിന്ന് ഖിയാമത്തിന്റെ അടയാളമായി നമ്മളിലേക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അത് ലോകാവസാനത്തിന് മുമ്പ് പല സന്ദർഭങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നബിതങ്ങളുടെ പ്രവാചകത്വത്തിന്റെ തെളിവ് കൂടെയാണ്. നമ്മളുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ഓരോന്നിനെയും എടുത്തു വെച്ച് തനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് പ്രവാചകൻ പറഞ്ഞ സംഭവം എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ പിന്നീട് ഒരു കാലത്ത് പ്രവാചകൻ പറഞ്ഞ പലതിനും എതിരായിട്ടാണ് ആ സംഭവം നടന്നത് എങ്കിൽ ആ കളവിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പ്രവാചകൻ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്തിന് മുമ്പ് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് മുഴുവൻ നമ്മളോട് പറഞ്ഞു തന്നത് അത് കേൾക്കാനും അത് വിശ്വസിക്കാനും ഇത് നബിതങ്ങളുടെ പ്രവാചകത്വത്തിന്റെ അടയാളമാണ്. ലോകത്തൊരിക്കലും മനുഷ്യന് ചിന്തിക്കാൻ, ഇങ്ങനൊരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മനുഷ്യന്റെ ബുദ്ധി അത്രമേൽ മുമ്പിലേക്ക് എത്തിയിട്ടില്ലാത്ത കാലത്ത് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളും അതിന്റെ നിലവാരങ്ങളും സാമൂഹിക അന്തരീക്ഷങ്ങളും മനുഷ്യന്റെ ഇടപാടുകളും കച്ചവടവും വ്യാപാരവും യുദ്ധവും അതിനുപയോഗിക്കുന്ന ആയുധങ്ങളും ഡിപ്ലോമസിയും ഒന്നും ആധുനിക ലോക മനുഷ്യൻ കാണുന്നത് പോലെ വികസിച്ചു വരുമെന്ന് മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് നമ്മളോട് ഖിയാമത്തിന് മുമ്പ് സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി എങ്കിൽ അത് ദൈവികമായി ലഭിച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ തെളിവാണ്. അതിൽ തന്നെ ഖിയാമത്തിന് മുമ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ കഴിഞ്ഞാൽ പിറ്റേന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നല്ല. നബിതങ്ങൾ മരണപ്പെട്ടതിന്റെ അന്നത്തെ ദിവസം മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള ദിവസത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും, സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെ ഈ അടയാളങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ അടയാളങ്ങളെ ചെറിയ അടയാളങ്ങൾ എന്നാണ് പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ഇനി ഖിയാമത്തിന്റെ വലിയ അടയാളങ്ങളുണ്ട്. ആ വലിയ അടയാളങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി തുടരെ സംഭവിച്ച് ഈ ലോകത്തിന്റെ അവസാനത്തിലേക്ക് മനുഷ്യൻ ചെല്ലുന്ന വലിയ 10 അടയാളങ്ങളാണ്. ആ വലിയ 10 അടയാളങ്ങളിൽ ഒന്ന് ഇമാം മഹ്ദി പുറപ്പെടുക എന്നുള്ളതാണ്. ഇമാം മഹ്ദിയുടെ ആഗമനത്തിന് കാരണമാകുന്ന സംഭവ വികാസങ്ങളുടെ കൂട്ടത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അൽ മൽഹമ എന്ന് പറയുന്ന മഹായുദ്ധം, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ഹദീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നടക്കുന്ന യുദ്ധം ആ യുദ്ധത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് ഖിയാമത്ത് ഉടനെ സംഭവിക്കും എന്ന് പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുന്ന സാഹചര്യമാണ് നമ്മളുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഇത്ര മാരകമായ ഖിയാമത്തിന്റെ ഈ വലിയ യുദ്ധങ്ങളും ഫിത്നകളും വന്നു കഴിഞ്ഞാൽ അൽ ഖാഇദു ഖൈറും മിനൽ ഖായിം, നിങ്ങൾ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുന്നേറ്റ് നാട്ടുകാരുടെ മുമ്പിൽ പ്രസംഗിക്കണം, ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഒന്നും മിണ്ടണ്ട. ഇൽസം ബൈതക്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കണം. വബ്കി അലാ ഖതീഅതിക്, നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ കരയണം. നിങ്ങളോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അതിൽ നിങ്ങൾ വ്യാപൃതരാകണം. ആ സന്ദർഭത്തിൽ നിൽക്കുന്നവനേക്കാൾ ഉത്തമൻ ഇരിക്കുന്നവനാണ്, ഇരിക്കുന്നവനേക്കാൾ ഉത്തമൻ കിടക്കുന്നവനാണ്. നിങ്ങളതിനെ വിശദീകരിക്കാൻ, നിങ്ങൾ അതിനെ വിലയിരുത്താൻ, അതിന്റെ സാഹചര്യങ്ങൾ ആളുകളുടെ ഇടയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകരുത്. നിങ്ങൾ ഇൽസം ബൈതക്, നിങ്ങളുടെ നാവ് നിങ്ങൾ തുറന്ന് ഫിത്നയിൽ നിൽക്കുന്ന മനുഷ്യരെ കൂടുതൽ ഫിത്നയിലേക്ക് തള്ളിവിടരുത് എന്ന് ഈ ഖിയാമത്തിന്റെ വലിയ സംഭവ വികാസങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ യുദ്ധം, ആ യുദ്ധത്തെ കുറിച്ച് ഹദീസിൽ വന്നത് കാണാം. ആ വാചകമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നകും സതുസാലിഹൂന റൂമ സുൽഹൻ ആമിന, നിങ്ങൾ റോമുമായി, റോമൻ ഭരണകൂടവുമായി, റോമക്കാരുമായി നിങ്ങൾ സമാധാനത്തിന്റെയും പരസ്പര സൈനിക സഹകരണത്തിന്റെയും കരാറിൽ നിങ്ങൾ ഒപ്പുവെക്കും എന്ന് അറബികളെ കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറയുകയാണ്. ഇതിൽ റോമക്കാർ ആരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ഇന്ന് ഇവിടെ പ്രചരിപ്പിക്കുന്നത് റോം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അത് ഇറ്റലിയിലാണ്, ഇന്നത്തെ യൂറോപ്പിലാണ്. യൂറോപ്യൻ യൂണിയനിലെ രാജ്യവും അമേരിക്കയും തമ്മിൽ നാറ്റോയിലൂടെ സൈനിക സഖ്യമുണ്ട്. ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ അതെല്ലാ രാജ്യത്തെയും ആക്രമിച്ചതായി കണക്കാക്കി ഒരുമിച്ച് യുദ്ധം ചെയ്യും. അതുകൊണ്ട് അമേരിക്കയോട് ഇറാനോ ചൈനയോ റഷ്യയോ യുദ്ധം ചെയ്യുമ്പോൾ അറബികൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് യുദ്ധം ചെയ്യും. ആ യുദ്ധത്തെ കുറിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവിടെ ചിലര് പ്രചരിപ്പിക്കുന്നത്. വേറെ ചിലര് അന്നത്തെ റോമൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളായിരുന്നു. തീവ്ര വലതുപക്ഷ ക്രൈസ്തവർ ഭരിക്കുന്ന രാജ്യത്തെയാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതില് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പെന്റഗന്റെ വാർ സെക്രട്ടറി പീറ്റർ ഹെക്സത്തും വലതുപക്ഷ ക്രൈസ്തവരാണ്. അതുകൊണ്ട് ഈ യുദ്ധം നബി തങ്ങൾ പറഞ്ഞ മൽഹമത്തുൽ കുബ്ര എന്ന ഖിയാമത്തിന്റെ അടയാളത്തിൽപ്പെട്ട യുദ്ധമാണ്. അതുകൊണ്ട് എല്ലാം തകരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ നിരാശയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം നമ്മളുടെ ഇടയിലുണ്ട്. റോം എന്താണ്? ഹദീസിൽ നബി തങ്ങൾ ഉപയോഗിച്ച റോം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു മഹാറോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ആ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. നബിതങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പേ ആധിപത്യം സ്ഥാപിച്ച ബൈസന്റൈൻ റോം, ഈസ്റ്റേൺ റോം എന്നറിയപ്പെടുന്ന ഈജിപ്തും തുർക്കിയും സിറിയയും ഫലസ്തീനും ജോർഡാനും ലെബനാനും ഒക്കെ കേന്ദ്രമായ ഇറാഖിന്റെ പകുതി പ്രദേശവും ഒക്കെ അടങ്ങിയ വലിയ ഒരു ബൈസന്റൈൻ റോം ഉണ്ടായിരുന്നു. ആ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ് അല്ലാഹു തആല ഖുർആനിൽ അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം എന്ന് പറഞ്ഞ സൂറത്തുർ റൂമിലൂടെ നമ്മളോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോമൻ സൈന്യാധിപനും റോമൻ ഭരണകർത്താവായ സീസറിനും കത്തെഴുതിയത് ഈ റോമിനെ കുറിച്ചാണ്. ഇന്ന് അങ്ങനെ ഒരു റോം എന്ന് പറയുന്ന പ്രദേശമില്ല. ആ സാമ്രാജ്യമൊക്കെ എന്നെ തകർന്ന് തരിപ്പണമായി. AD 700 അവസാനത്തിൽ തന്നെ ബൈസന്റൈൻ റോം അതിന്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അസ്തമിച്ച് അവസാനം ഇന്നത്തെ തുർക്കിയുടെ ഇസ്താംബുൾ എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിൽ മഹാസാമ്രാജ്യമായിരുന്ന റോമൻ സാമ്രാജ്യം AD 700 അവസാനത്തിൽ തന്നെ ഇല്ലാതായി ഒതുങ്ങിപ്പോയി. AD 1450 ആകുന്നതോടുകൂടി മുസ്ലിം സൈന്യം തുർക്കി പിടിച്ചെടുക്കുകയും തുർക്കിയുടെ തലസ്ഥാനമായിരുന്ന റോമിന്റെ അവശേഷിച്ചിരുന്ന അവസാനത്തെ ഭാഗം കൂടി പിടിച്ചെടുത്ത്
ഫെർഡിനൻഡുകൾ അന്നത്തെ മുസ്ലിം ചക്രവർത്തിയുടെ മുമ്പിൽ അവരുടെ കീഴടങ്ങൾ സമ്മതിച്ച് ആ സാമ്രാജ്യം തകർന്നു വീണു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ എവിടെല്ലാം റോം എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ ഭരണകൂടത്തെ കുറിച്ചായിരിക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് ഇന്ന് നടക്കുന്ന യുദ്ധത്തെ ഇത് നബി തങ്ങൾ പറഞ്ഞ യുദ്ധമായി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കടുത്ത അപകടമാണ്. 2-3 അപകടങ്ങളുണ്ട്. കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഈ യുദ്ധത്തിന്റെ ഹദീസിന്റെ അവസാനത്തിൽ ബാക്കി ഭാഗങ്ങളിൽ കാണാം. ഈ യുദ്ധം കഴിയുന്നതോടുകൂടി ഇമാം മഹ്ദി പുറപ്പെടും. ഇന്ന് മുസ്ലിം ലോകം ആഗോള അടിസ്ഥാനത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും കടുത്ത പ്രതിസന്ധി, 100 കണക്കിന് ആളുകൾ ഞാൻ ഇമാം മഹ്ദിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിന് പോലും കഞ്ചാവ് അടിച്ച് പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി പോലീസ് ജീപ്പ് അടിച്ചു പൊട്ടിച്ച ആളുകൾ ഞാൻ മഹ്ദിയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന വീഡിയോകൾ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ല. നമ്മൾ ഒരു കാലത്ത് സദ്ദാം ഹുസൈന്റെ ഇറാനുമായിട്ടുള്ള യുദ്ധം നടന്നപ്പോ അറബ് ലോകത്ത് പലരും പ്രഖ്യാപിച്ചു സദ്ദാം ഹുസൈൻ ഇമാം മഹ്ദിയാണ് എന്ന്. അതേ സദ്ദാം ഹുസൈൻ 1980 ആരംഭിച്ച യുദ്ധം 89 അവസാനിച്ച് 91 അറബ് രാജ്യമായ കുവൈറ്റിന്റെ എണ്ണപ്പാടം പിടിക്കാൻ യുദ്ധം ചെയ്തപ്പോ മഹ്ദിയാണ് എന്ന് വാഴ്ത്തിയ അതേ നാവുകൊണ്ട് അറബികൾ സദ്ദാം ഹുസൈനെ തെറി വിളിക്കുകയും പ്രാകുകയും സദ്ദാം ഹുസൈനെതിരെ ഹറമിൽ ദുആ ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച ലോകം കണ്ടു. ഇമാം മഹ്ദി ഇന്ന് അമേരിക്കക്കാരായ എഴുത്തുകാരുടെയും ഗവേഷകരുടെയും ഒക്കെ നറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് തീവ്രവാദം വളർന്നു വന്നത് എവിടെ മുതലാണ് എന്നവർ പറയുന്നുണ്ട്. 1970-കളിൽ അന്ന് സൗദിക്കാരനായ സൗദി പട്ടാളത്തിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ജുഹൈമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ, ഒരു ഗോത്രത്തിലെ മുഴുവൻ ആളുകളും സുബഹിക്ക് പരിശുദ്ധമായ ഹറമ പള്ളിയിലേക്ക് കയറുകയും നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയുധങ്ങൾ എടുത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ വന്ന ആളുകളെ മുഴുവൻ ബന്ദികളാക്കി ഹറമിലെ ഇമാമിനെയും തോക്കിന്റെ മുൾമുനയിൽ നിർത്തി മൈക്കെടുത്തിട്ട് എന്റെ കൂട്ടത്തിൽ ഇമാം മഹ്ദിയുണ്ട്, നിങ്ങൾ എല്ലാവരും അറബ് ഭരണാധികാരികളുടെ ഭരണത്തിൽ നിന്ന് മോചിതരായി എന്റെ അനുയായികളായി മാറണമെന്ന് പ്രഖ്യാപിക്കുകയും ആ ഹറം ഉപരോധം അവിടെ യാത്രക്കാരായി ഉംറ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ വന്ന ആളുകളെ ആഴ്ചകളോളം ആയുധങ്ങളുടെ മുൻമുലയിൽ നിർത്തി ഹറം പള്ളി മുഴുവനായി ഉപരോധിച്ച ഒരു സംഭവം സൗദി അറേബ്യയിൽ നടന്നിട്ടുണ്ട്. അവസാനം ഫ്രഞ്ച് ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഇവരെ മുഴുവൻ കൊന്നുകളഞ്ഞു. ഇങ്ങനെ മനുഷ്യർക്ക് തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ വലുതാക്കുന്നതിന് വേണ്ടി, സമ്പത്തുണ്ടാക്കാൻ, ആളുകളെ പറ്റിച്ച് തിന്നാൻ, അധികാരം പിടിച്ചെടുക്കാൻ, ഭരണകൂടങ്ങളെ തകർത്തെറിയുന്നതിന് വേണ്ടി മതവികാരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ ഞാനാണ് ഇമാം മഹ്ദി, ഇതിനു മുമ്പ് നടന്ന യുദ്ധമാണ് നബിതങ്ങൾ പറഞ്ഞ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന യുദ്ധം എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യാൻ കളമൊരുക്കി കൊടുക്കുന്ന കാഴ്ച ചരിത്രത്തിലെ പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഹർമജ്ദൂൻ അല്ലെങ്കിൽ അൽ മൽഹമത്തുൽ കുബ്ര എന്ന് ബൈബിളും ഖുർആൻ ഹദീസും ഒക്കെ പറയുന്ന ഈ യുദ്ധം ഓരോ കാലത്തിലും വലിയ യുദ്ധം നടക്കുമ്പോൾ അവര് കണ്ട വലിയ യുദ്ധത്തെ ആ നാട്ടിലെ ആളുകൾ ഇതാണ് നബിതങ്ങൾ പറഞ്ഞ ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കുന്ന മഹായുദ്ധം എന്ന് ഇന്ന് നമ്മുടെ നാട്ടില് ഈ ചെറിയ ആക്രമണം നടക്കുമ്പോൾ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട്. ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ച ഉടനെ തന്നെ മുസ്ലിം ഭരണകൂടം നടത്തിയ ജമലും സിഫീനും പോലത്തെ യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളെ കുറിച്ച് പലരും പറഞ്ഞു, ഞങ്ങൾ വിചാരിക്കുന്നു നബിതങ്ങൾ ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞ വലിയ യുദ്ധം ഇതാണ്. അത് കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന യസ്ദജിദ് മൂന്നാമന്റെ വധത്തിൽ കലാശിച്ച് പേർഷ്യൻ സാമ്രാജ്യം തകർന്നു പോയ ഇസ്ലാം ആണോ ഇനി പേർഷ്യൻ സാമ്രാജ്യമാണോ അതിജയിക്കുന്നത്, നിലനിൽക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ട വന്ന മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇന്നത്തെ പേർഷ്യയുടെ മലനിരക്കുകളുടെ ഇടയിൽ നടന്ന നഹാവന്ത് യുദ്ധം കടുത്ത യുദ്ധമായിരുന്നു. നഹാവന്ത് യുദ്ധത്തെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അന്ന് പലരും പറഞ്ഞു, ഇതായിരിക്കും നബിതങ്ങൾ ഖിയാമത്തിന്റെ വലിയ അടയാളത്തിന്റെ തുടക്കമായി പറഞ്ഞ മൽഹമത്തുൽ കുബ്ര, അതുകൊണ്ട് ഇതൊക്കെ തീരാൻ പോവുകയാണ്. കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ എത്രയായി?
പിന്നീട് ചരിത്രത്തിൽ എത്ര യുദ്ധങ്ങൾ നടന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് വന്ന ഇന്നത്തെ പലസ്തീനും ബൈത്തുൽ മുഖദ്ദസും AD 1000 തുടക്കത്തിൽ യൂറോപ്പിൽ നിന്ന് കുരിശുമേന്തിക്കൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ പാപമോചനം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്ന് പോപ്പിന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കുരിശു പടയാളികൾ യൂറോപ്പിൽ നിന്ന് മാർച്ച് നടത്തി ഫലസ്തീനും ഇന്നത്തെ ലബനാനും ഒക്കെ പിടിച്ചെടുക്കുന്ന, സിറിയയും ഒക്കെ പിടിച്ചെടുക്കുന്ന കുരിശ് യുദ്ധം 200 വർഷം നീണ്ടു നിന്ന മഹാകുരിശ് യുദ്ധങ്ങൾ ലോകത്ത് നടന്നു. അന്നും ഈ ഹദീസിന്റെ ആരംഭത്തിൽ പറഞ്ഞ നിങ്ങൾ റോമക്കാരുമായി സൈനിക കരാറുകൾ, സഹകരണ കരാറുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ കരാറുകൾ പലതും നടന്നു. ആ കരാറുകളെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ പറഞ്ഞു. അവസാനം 1200 ആകുന്നതോടുകൂടി വീണ്ടും തിരിച്ച് യുദ്ധം ചെയ്ത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് കുരിശ് പട്ടാളക്കാരെ ആട്ടിയോടിക്കുകയും ആ പ്രദേശം വീണ്ടും മുസ്ലിമീങ്ങളുടെ കയ്യിൽ വരികയും ചെയ്തു. അപ്പോഴും ആളുകൾ പറഞ്ഞു ഖിയാമത്തിന്റെ എല്ലാ അടയാളങ്ങളും, നബിതങ്ങൾ പറഞ്ഞ എല്ലാ അടയാളങ്ങളും ഒത്തു, അതുകൊണ്ട് ഇപ്പൊ ഖിയാമത്ത് സംഭവിക്കും. അത് കഴിഞ്ഞ് ലോകത്തെ തന്നെ നടുക്കിയ, ഇന്ന് വരെയും മനുഷ്യരാശി കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതിമാരകമായി മനുഷ്യരെ കൊന്നൊടുക്കിയ 1100 മുതൽ 1300 വരെ നീണ്ടു നിന്നിരുന്ന ചെങ്കിസ് ഖാന്റെ പടയോട്ടം, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ എടുത്താൽ അതിൽ കൊല്ലപ്പെട്ടവർ 1.5 കോടിയും 3 കോടിയും ഒക്കെ എണ്ണം തികയ്ക്കാൻ സാധിക്കുകയുള്ളൂ. മംഗോളിയക്കാരനായ ചെങ്കിസ് ഖാൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു യുക്തിവാദിയുടെ നേതാവ് ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നതായി എഴുതപ്പെട്ട റെക്കോർഡിക്കലായ ചരിത്രമുള്ളത് ചെങ്കിസ് ഖാന്റെ പേരിലാണ്. അയാൾ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പല പ്രസംഗങ്ങളും നടത്തി. ടെമൂജിൻ എന്നാണ് അയാളുടെ പേര്. ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞാൽ മംഗോളിയൻ ഭാഷയിൽ സർവ്വജനങ്ങളുടെയും രാജാവ് എന്ന സ്ഥാനപ്പേരാണ്. തെമൂജിന് മംഗോളുകാർ അവരുടെ ഭാഷയിൽ സ്ഥാനപ്പേരായിട്ട് നൽകിയതാണ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാന്റെ പടയോട്ടം ആദ്യം വിശാലമായ ചൈന സാമ്രാജ്യത്തിലേക്ക്, ചൈന മുഴുവൻ ചെങ്കിസ് ഖാൻ തന്റെ സൈന്യത്തെ ഉപയോഗിച്ച് ഉപരോധിച്ചതിന് ശേഷം ചൈനയുടെ ബീജിംഗിന്റെ കോട്ടകൾ, അതിലെ മതിലുകൾ ചാടിക്കടന്ന് കീഴടങ്ങിയ ബീജിംഗ് പട്ടണത്തിലെ 3.5 ലക്ഷം കുട്ടികളെയും സ്ത്രീകളെയും ആണുങ്ങളെയും അടക്കം മനുഷ്യരെ കൊന്നുകളഞ്ഞു. ചൈന മുഴുവൻ മനുഷ്യരെയും കൊന്ന് മറവ് ചെയ്യാൻ പോലും, ഡെഡ് ബോഡികൾ നീക്കം ചെയ്യാൻ പോലും ആളുകളെ അവശേഷിപ്പിക്കാതെ ചെങ്കിസ് ഖാൻ ബീജിംഗ് തകർത്തു, ചൈനീസ് സാമ്രാജ്യം തകർത്തു കളഞ്ഞു. ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് മംഗോളിയൻസ് എന്ന് പറഞ്ഞ് ചെങ്കിസ് ഖാൻ മരണപ്പെടുന്ന കാലത്ത് തന്നെ എഴുതപ്പെട്ട ആധികാരികമായ ചരിത്രരേഖ, ആ പുസ്തകങ്ങൾ നമുക്കിന്ന് വായിക്കാൻ കിട്ടും. 1 വർഷത്തിന് ശേഷം ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ ഉണ്ടായ നാശങ്ങളെ കുറിച്ച് കണക്കെടുക്കാൻ പോയ അന്താരാഷ്ട്ര ഉദ്യോഗസ്ഥർ മനുഷ്യരുടെ കൊഴുപ്പുകൾ അടിഞ്ഞിട്ട് ബീജിംഗിന്റെ മണ്ണിലൂടെ നടക്കാൻ സാധിക്കാതെ കാല് വഴുതി വീഴുന്നു എന്ന് അവര് ചെങ്കിസ് ഖാൻ നടത്തിയ അക്രമത്തിലെ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ പോയ ഉദ്യോഗസ്ഥര് എഴുതി വെച്ച രേഖകൾ കാണാം. തൊട്ടപ്പുറത്ത് മനുഷ്യരുടെ എല്ലുകൾ കൂന കൂട്ടിയിട്ട് എല്ലുകളുടെ മലകൾ പോലെ തോന്നുന്ന തരത്തിൽ മനുഷ്യരെ ചൈനീസ് സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞ ചെങ്കിസ് ഖാൻ പിന്നീട് പേർഷ്യ കണ്ണുവെച്ചു. ഇന്നത്തെ ഇറാനും ഇറാഖും സിറിയയും ഈജിപ്തിന്റെ പകുതി പ്രദേശവും അടങ്ങിയ അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യത്തെ മുഴുവൻ ചെങ്കിസ് ഖാൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതിനുശേഷം റഷ്യയില്, മോസ്കോയില്, പിന്നെ കീവിലേക്ക്, ഇന്നത്തെ യുക്രൈൻ, അതിനുശേഷം യൂറോപ്പിലേക്കും പടയോട്ടം നടത്തി ലോകത്ത് 4.5 കോടി മനുഷ്യരെ കൊന്നൊടുക്കി ചെങ്കിസ് ഖാന്റെ പടയോട്ട കാലത്ത്. ഈ യുദ്ധം നടന്നപ്പോഴും അന്ന് മുസ്ലിമീങ്ങളും മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞു ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്, ചെങ്കിസ് ഖാൻ ദജ്ജാലാണെന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. ചെങ്കിസ് ഖാൻ, അയാളെ കുറിച്ച് ചരിത്രത്തിൽ പറയപ്പെടുന്നത് തന്നെ ലോകത്ത് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ മഹാ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഈജിപ്തിലെ പിരമിഡുകൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ മനുഷ്യരുടെ തലയോട്ടികൾ തന്റെ തേർവാഴ്ചയിൽ തന്റെ തേരോട്ടത്തിന്റെ ഇടയിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ തലയോട്ടികൾ കൊണ്ട് 3 പിരമിഡുകൾ ലോകത്ത് പണിഞ്ഞ ഒരേ ഒരു വ്യക്തി ചെങ്കിസ് ഖാനാണ്. ആണുങ്ങളുടെ തലയോട്ടി കൊണ്ട് പിരമിഡ് പണിഞ്ഞു, സ്ത്രീകളുടെ തലയോട്ടി കൊണ്ട് മറ്റൊരു പിരമിഡും, മൂന്നാമത് കുട്ടികളുടെ തലയോട്ടി കൊണ്ട് 3ാമത്തെ പിരമിഡും ലോകത്ത് പണിഞ്ഞ ഏതാണ്ട് 1200 ഈ ലോകത്ത് നിന്ന് പനി ബാധിച്ച് മരണപ്പെട്ടു പോയ
ചെങ്കിസ് ഖാന്റെ പടയോട്ടം ലോകം കണ്ട ഇന്ന് വരെയും മനുഷ്യൻ കണ്ട മഹായുദ്ധങ്ങളിൽ ഒരു യുദ്ധമാണ്. ഈ യുദ്ധം നടന്നപ്പോഴും ആളുകൾ പറഞ്ഞു, ഹദീസിൽ പറഞ്ഞ മൽഹമത്തുൽ കുബ്ര ഇതാണ് ലോകമഹായുദ്ധം. അന്ന് അവരേതെങ്കിലുമൊക്കെ കടത്തിണ്ണകളിലും കമ്പോളങ്ങളിലും നിന്ന് പറയുമായിരുന്നു. ഇന്ന് നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും പള്ളി മിമ്പറിലും ഇരുന്ന് പറയുന്നു. അതും കഴിഞ്ഞ് ഒട്ടോമൻ എംപറർ സ്ഥാപിക്കുന്നതിന് കാരണമായ തുർക്കി പിടിച്ചെടുക്കുന്ന മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ നേതൃത്വത്തിൽ 1400കളിൽ നടന്ന യുദ്ധം, പിന്നീട് ഇങ്ങോട്ട് നടന്ന സകലമാന യുദ്ധങ്ങളുടെ കാലത്തും പല പാപ്പരാസികളായ ആളുകളും പറഞ്ഞു പരത്തി ഇത് ഖിയാമത്തിന്റെ അടയാളമായ യുദ്ധമാണ്, ഈ യുദ്ധം കഴിയുന്നതോടുകൂടി ഇന്നതൊക്കെ സംഭവിക്കും. അവര് പറഞ്ഞത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഇത് നബി പറഞ്ഞതാണ്, ഈ യുദ്ധം ഖിയാമത്തിന് മുമ്പ് സംഭവിക്കുന്നതാണ് എന്ന് നബി പറഞ്ഞതാണ് എന്ന ധാരണയിൽ അവർ കേട്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായത് ലോകത്ത് നടന്നപ്പോ നബിതങ്ങൾ കള്ളനാണ് എന്ന് മുദ്രകുത്തി ആളുകൾ പലരും ദീനിൽ നിന്ന് മുർത്തത്തായി പോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പൊ ലോകത്ത് എല്ലാ കാലത്തും യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഈ പ്രയോഗങ്ങൾ പ്രയോഗിക്കാറുണ്ട്. മനുഷ്യർ, അറിവില്ലാത്തവർ, അല്ലെങ്കിൽ കുറഞ്ഞ അറിവ് മാത്രമുള്ള ആളുകൾ, എന്തെങ്കിലും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന ആളുകൾ. ഉറുദുവിലൊരു ചൊല്ലുണ്ട്, ആദാ തബീബ് ബദൻ കാ ഖാതിർ ഹേ, ആദാ മുല്ല ദീൻ കാ ഖാതിർ ഹേ. പകുതി പഠിച്ച വൈദ്യൻ ശരീരത്തെ കൊല്ലുന്നവനാണ്. ഒരാള് വൈദ്യശാസ്ത്രത്തിന്റെ മുഴുവൻ പഠിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗം പകുതി മാത്രം പഠിച്ചിട്ട് മനുഷ്യനെ ചികിത്സിക്കാൻ പോകുന്നവൻ മനുഷ്യന്റെ ശരീരത്തെ കൊല്ലുന്നവനായതുപോലെ ദീനിനെ പൂർണ്ണമായി ഒരു കാര്യത്തെ മനസ്സിലാക്കാതെ ആളുകളുടെ ഇടയിൽ അള്ളാഹുവിന്റെ ദീൻ പറയുന്ന ആളുകൾ അവര് ദീനിനെ കൊന്നുകളയുന്ന പണിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആ ഒരവസ്ഥ ലോകത്ത് പല സന്ദർഭങ്ങളിലും യുദ്ധാനന്തരം ഹദീസുകളെ സാഹചര്യത്തിനൊത്ത് അവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചതിന്റെ പേരിൽ സംഭവിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാനാണ് ഇമാം മഹ്ദി എന്ന് പറഞ്ഞ് പല തീവ്രവാദ ഗ്രൂപ്പുകളും മനുഷ്യന്റെ ഈമാനിനെ തന്നെ നശിപ്പിച്ചു കളയുന്ന, ഇസ്ലാമിനെ തന്നെ ഇല്ലാതാക്കി കളയുന്ന പല ഗ്രൂപ്പുകളും ഈ വ്യാഖ്യാനത്തിന്റെ ചുവട് പിടിച്ച് ഞങ്ങളുടെ കൂടെ ഇമാം മഹ്ദി ഉണ്ട് എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്ത് കാണുന്നവരെയൊക്കെ മഹ്ദിയാക്കുന്ന ഒരു വിഭാഗവും മഹ്ദി ഇല്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള പ്രസംഗം കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ബാക്കിയായി ലഭിച്ചത്. ഈ ഹദീസിൽ ഇന്നക്കും സതുസാലിഹൂന റൂമ സുൽഹൻ ആമിന, നിങ്ങൾ റോമൻ ഭരണകൂടവുമായി കരാറിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞു. ആ റോം ഒരു കാരണത്തിന്റെ പേരിലും ഭാഷ നോക്കിയാൽ, ജോഗ്രഫി നോക്കിയാൽ, ജിയോ പൊളിറ്റിക്സ് നോക്കിയാൽ നമുക്കൊരിക്കലും ഇന്നത്തെ അമേരിക്കയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അമേരിക്ക സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരായതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി നമ്മളുടെ ആയുസ്സിൽ നമ്മൾ കാണുന്ന വാർത്തകളിലൊക്കെ വില്ലന്റെ റോളിൽ പ്രതിസ്ഥാനത്ത് അമേരിക്ക നിൽക്കുന്നത് കൊണ്ട് അമേരിക്കയെ ഈ ഹദീസിലെ വില്ലനാക്കി വെച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ പ്രസംഗിച്ചാൽ കോരിത്തരിക്കാനും രോമാഞ്ചം കൊള്ളാനും കൈയടിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടായിരിക്കും എന്ന ധൈര്യത്തിന്റെ പുറത്ത് ഇങ്ങനെ പ്രസംഗിച്ചു പോകുന്നു. പക്ഷേ ഈ പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ തന്നെ മനുഷ്യരെ പേടിപ്പിക്കുന്ന സാഹചര്യം. ഞാൻ ഈ വിഷയം പ്രസംഗിക്കാൻ തന്നെ കാരണം, 2 ആഴ്ച മുമ്പ് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന, അവിടെ കുറെ കാശ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി നാട്ടിൽ വന്നു. ആ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയിൽ പോയി. പള്ളിയിലെ ഉസ്താദ് ഈ യുദ്ധത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഈ ഹദീസുകളൊക്കെ പറഞ്ഞിട്ട് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധം ഖിയാമത്തിന് മുമ്പുള്ള യുദ്ധമാണ്. ഈ യുദ്ധം കഴിയുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായിട്ട് തകരും. സന്തോഷിക്കാൻ വേണ്ടി ഒരാഴ്ചത്തേക്ക് പെരുന്നാളിന് നാട്ടിലേക്ക് വന്ന ചെറുപ്പക്കാരൻ നബിതങ്ങൾ പറഞ്ഞതാണ് മിഡിൽ ഈസ്റ്റ് ഈ യുദ്ധം കഴിയുന്നതോടുകൂടി തകരും, അവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞപ്പോ നബി പറഞ്ഞതാണല്ലോ എന്റെ കാശ് മൊത്തം പോയി എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ വന്നവൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച അവിചാരിതമായിട്ട് കണ്ടു. എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു. അതിന്റെ പേരിലാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അല്ലാതെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ മുഴുവൻ എവിടെ എന്ത് യുദ്ധം നടന്നാലും രണ്ടിലേതെങ്കിലും ഒരു പക്ഷത്ത് ചേരുന്ന മീഡിയകളും ചാനലുകളും
വിദഗ്ധന്മാരുമാണ് ഇന്ന് നമ്മളുടെ നാട്ടിലുള്ളത് മൊത്തം. ഇറാന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇറാന് അനുകൂലമാകുന്ന രീതിയിൽ മാത്രമേ വാർത്തകൾ നമ്മളിലേക്ക് വിടൂ. മറുഭാഗത്ത് നിൽക്കുന്നവർ അമേരിക്ക തോറ്റാലും ജയിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള വാർത്തകളെ നമ്മളിലേക്ക് വിടൂ. രണ്ടാളുകളും അവരവരുടെ നറേഷനുകൾ, അവരവരുടെ വ്യൂസുകൾ ന്യൂസായി നമ്മളിലേക്ക് വിടുന്നു. മണ്ടന്മാരെ പോലെ അത് കേട്ടിട്ട് അതിന്റെ പേരിൽ പരസ്പരം തർക്കിച്ച് നമ്മളുടെ ആയുസ് കളയുന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ടാരോ പറഞ്ഞതുപോലെ ഈ സർക്കസ് നമ്മുടെ സർക്കസുമല്ല, ഈ കുരങ്ങ് നമ്മളുടെ കുരങ്ങുമല്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഇന്ത്യക്കാർക്ക്. പക്ഷെ ഇവിടെ പ്രശ്നം ഇതിനെ നബിതങ്ങളുടെ നാവിൽ നിന്ന് വന്ന ഹദീസുകളിലേക്ക് ചേർത്ത് പറയുമ്പോൾ ഇത് അല്ലാഹു തആല ഖുർആനിൽ കടുത്ത പാപമായി അവതരിപ്പിച്ച വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിന്റെ നിയമങ്ങളെ, അല്ലാഹുവിന്റെ സന്ദേശങ്ങളെ, അല്ലാഹുവിന്റെ വഹീകളെ നിങ്ങൾ ഉറപ്പില്ലാതെ അറിവില്ലാതെ ആളുകളുടെ ഇടയിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് അല്ലാഹു മനുഷ്യരാശിക്ക് ഹറാമാക്കിയ പാപങ്ങളിൽ ഏറ്റവും കടുത്ത പാപമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നബിതങ്ങളുടെ ഹദീസിനെ ഇതിലേക്ക് വലിച്ചിടരുത് എന്ന് പറയേണ്ട ഇസ്ലാമികമായ ബാധ്യത നമുക്കുണ്ടാകും. അത് മുസ്ലിം പണ്ഡിതന്മാരോടും മുസ്ലിമീങ്ങളോടും തന്നെ പറയേണ്ട ബാധ്യത ഉണ്ടാകും. വല തഖിഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് പൂർണ്ണമായി അറിവില്ലാത്ത വിഷയത്തിൽ നീ ഉറപ്പിച്ച അഭിപ്രായം പറയരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ ചെവിയും നിന്റെ കണ്ണും നിന്റെ നാവും ഓരോന്നും അള്ളാഹുവിന്റെ മുമ്പിൽ അതുകൊണ്ട് പ്രവർത്തിച്ച ഓരോന്നിനെ കുറിച്ചും കൃത്യമായ ചോദ്യവും അതിന് നീ ഉത്തരം നൽകുകയും ചെയ്യേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അല്ലാഹു തആല ഖുർആനിൽ ഏറ്റവും ബഹുമാനത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. നബിതങ്ങളെ പേര് പോലും എടുത്ത് വിളിച്ചിട്ടില്ല ഖുർആനിൽ. അത്രയും ബഹുമാനത്തോടു കൂടി മാത്രം അള്ളാഹു നബിതങ്ങളോട് ഖുർആനിൽ സംസാരിക്കുന്നു. പക്ഷേ ഒരു സന്ദർഭത്തിൽ ഏറ്റവും കടുത്ത ഭാഷ നബിതങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. നബിയെ, എന്റെ പേരിൽ തങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യം ഇത് അല്ലാഹു പറഞ്ഞതാണ് എന്ന പേരിൽ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, തങ്ങളുടെ വലത് കൈയിൽ ഞാൻ പിടിക്കും. ثم لقطعنا منه الوتين, എന്നിട്ട് തങ്ങളുടെ കഴുത്തിലെ നരമ്പ് ഞാൻ കണ്ടിച്ചു കളയുമെന്ന് സാക്ഷാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹു അറിയിക്കാത്ത കാര്യം നബിതങ്ങൾ പറഞ്ഞാൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞു വെക്കുന്നു. അതേ അല്ലാഹു നബിതങ്ങൾ നാവ് കൊണ്ട് പറയുന്നത് വഹിയിന്റെ അടിസ്ഥാനത്തിലാണ്, സത്യമാണ് എന്ന് നമ്മളോട് പറയുന്നു. ആ ഹദീസുകളെ നമുക്ക് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ആളുകളോട് ഇതൊക്കെ നബി പറഞ്ഞതാണ് എന്ന് പറയുന്നതിന്റെ ഇസ്ലാമികപരമായ അപകടം, ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇന്നകും സതുസാലിഹൂന റൂം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നബി മരിച്ചതിന് ശേഷവും സഹാബാക്കളുടെ കാലം കഴിഞ്ഞതിന് ശേഷവും ലോകത്ത് മനുഷ്യർക്ക് അമേരിക്ക പോലൊരു വൻകര ഉണ്ട് എന്ന് മനുഷ്യർക്ക് അറിയില്ല. 1492 ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ അന്വേഷിച്ച് വഴിതെറ്റി അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ചെന്നെത്തുന്നത് വരെയും ലോകത്തിന് അറിയുകയില്ല അമേരിക്ക എന്നൊരു വൻകര ലോകത്ത് നിലവിലുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ പിന്നെ ഹദീസിൽ പറഞ്ഞ റോമിനെ അമേരിക്കയുടെ തലയിൽ കെട്ടിവെക്കുന്നതിന്റെ നിജസ്ഥിതി എന്താണ്? പിന്നെ ആളുകൾക്ക് പേടിയാണ്. അമേരിക്ക പോലത്തെ ഒരു മഹാസാമ്രാജ്യം, ആ സാമ്രാജ്യം ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള സൈനിക ആയുധ സാമ്പത്തിക ശേഷിയുള്ള ലോകത്തിന്റെ വ്യാപാരത്തെയും സാമ്പത്തിക ഇടപാടുകളെയും ബോണ്ടുകളെയും ഷെയർ മാർക്കറ്റിനെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു മഹാസാമ്രാജ്യം, ആ സാമ്രാജ്യത്തിന്റെ ശക്തിയുടെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ ഇനി അമേരിക്കയായിരിക്കും ലോകാവസാനം വരെ ഭരിക്കുന്നത് എന്നൊരു മിഥ്യാധാരണ നമുക്കുണ്ടാകും. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ ഈ കാണുന്ന ആധുനിക രാജ്യങ്ങൾ, സോവർജിനറ്റ് റിപ്പബ്ലിക്കുകൾ, സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾ രൂപം കൊണ്ടിട്ട് 100-200 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് നാഷണാലിറ്റികൾ, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ പാകിസ്ഥാൻകാരനാണ്, ഞാൻ ചൈനക്കാരനാണ്, ജപ്പാൻകാരനാണ് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന തരത്തിൽ, അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്നതിന് വേണ്ടി ഇങ്ങനത്തെ രാജ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മൊണാർക്കികളായിരുന്നു, എംപേഴ്സുകളായിരുന്നു, അതിനു മുമ്പ് കിങ്ഡംസ് ആയിരുന്നു.
അതിനു മുമ്പ് മനുഷ്യൻ ഗോത്രമായി പരസ്പരം തിരിഞ്ഞു നിന്ന് ഒരുമിച്ച് കൂടി ജീവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ലോകത്ത് ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഈ കാണുന്ന ആധുനിക രാജ്യങ്ങൾ, ആ രാജ്യങ്ങളും അവസാനിച്ച് മനുഷ്യൻ മറ്റൊരു തരത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇന്നും ലോകത്തെ വിവരമുള്ള ആളുകൾ പറയുന്നത്. നമ്മൾ മരിക്കുന്നതോടുകൂടി ലോകത്തെല്ലാം തീർന്നു, ലോകത്തെല്ലാം അവസാനിച്ചു, അതുകൊണ്ട് ഇന്ന് നടക്കുന്നതൊക്കെ ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന അബദ്ധധാരണ മനുഷ്യന് സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നടക്കുന്ന എല്ലാത്തിനെയും നബിതങ്ങൾ പറഞ്ഞ ഖിയാമത്തിന്റെ അടയാളമായി വിശദീകരിക്കുന്നത്. അമേരിക്ക പോലത്തെ ശക്തമായ രാജ്യം അത് തകരുമോ എന്ന ചോദ്യം ആണ് നമ്മളെ കൊണ്ട് ഇത് പറയാൻ, പ്രസംഗിക്കാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ലോകത്ത് അതിനേക്കാൾ ശക്തമായ രാജ്യമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത് അമേരിക്ക നാറ്റോ ഉണ്ടാക്കിയിട്ട് പോലും അതിന് നേർക്ക് നേരെ നിന്ന് പൊരുതാനോ ലോകത്തെ ചട്ടം വിത്തരം കാണിക്കാനോ അമേരിക്ക മുതിർന്നിട്ടില്ലാത്ത മഹാശക്തിയായ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. ആകാശത്തിലും ഭൂമിയിലും പിടിയുണ്ടായിരുന്ന നാസയെ കുറിച്ച് അമേരിക്ക ചിന്തിക്കുന്നതിന് മുമ്പേ യുറീകുകാരനെയും മനുഷ്യനെയും നായയെയും ഒക്കെ ബഹിരാകാശത്തേക്ക് വിട്ട ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രദേശം അടക്കി ഭരിച്ചിരുന്ന 40,000-ത്തിലധികം ആണവ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന എങ്ങാണം അമേരിക്കക്കാർ പ്രതീക്ഷിക്കാത്ത നേരത്ത് മാരകമായ ലാർജ് സ്കെയില് ആണവ അറ്റാക്ക് നടത്തി രാജ്യത്തെ പൂർണ്ണമായി തകർത്ത് ഒരു മനുഷ്യൻ, ഒരു പ്രജ പോലും ഇല്ലാത്ത തരത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു പോയാൽ അടുത്ത 20 മിനിറ്റിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്ത് സ്വമേധയ അടുത്ത 20 മിനിറ്റിനുള്ളിൽ കമാൻഡ് സെന്ററിലേക്ക് കമാൻഡ് കൊടുക്കാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ടാർഗറ്റ് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ആണവ അറ്റാക്ക് മിസൈലുകൾ അയക്കുന്നതിനു വേണ്ടി ഡെഡ് ഹാൻഡ് മ്യൂച്വലി അഷേർഡ് ഡിസ്ട്രാക്ഷൻ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരുന്ന രാജ്യം സോവിയറ്റ് യൂണിയൻ. 1978 ഫ്രഞ്ചുകാരി ഹെരാരി എന്ന് പറയുന്ന എഴുത്തുകാരി ഡിക്ലൈൻ ഓഫ് ആൻ എംപയർ, ദ സോവിയറ്റ് സോഷ്യലിസ്റ്റ് എംപയർ ഇൻ റിവോൾട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ കുറിച്ച് അവരൊരു പുസ്തകം എഴുതി. അന്ന് കേരളത്തിലടക്കം പലരും എഴുതി. സോവിയറ്റ് യൂണിയന്റെ ശക്തിയുടെ മുമ്പിൽ അന്തിച്ച്, അല്ലെങ്കിൽ അതിന്റെ ശക്തിയുടെയും പവറിന്റെയും മുമ്പിൽ അത്ഭുതപ്പെട്ടു നിന്നിരുന്ന മനുഷ്യർ പലരും എഴുതി, സോവിയറ്റ് യൂണിയൻ തകരുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തിരിച്ച് കുരങ്ങിലേക്ക് പരിണമിക്കുന്നത് പോലെ അസാധ്യമാണ് എന്നെഴുതി. നിങ്ങൾ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വെനിൻസുലയിലേക്ക് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് പറന്നിറങ്ങി നിക്കോളസ് മഡൂറയെ എയർലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 1978 ഡിക്ലൈൻ ഓഫ് ആൻ എംപയർ എന്ന് പറഞ്ഞ് ഫ്രഞ്ചുകാരിയായ ജേർണലിസ്റ്റിന്റെ പുസ്തകം വരുന്നതിന്റെ പിറ്റേ വർഷം ഗോർബച്ചേവിന്റെ കാലത്ത് 1979 ഡിസംബർ 24 അർദ്ധരാത്രിയിൽ ഏകദേശം 280ഓളം മിലിറ്ററി എയർക്രാഫ്റ്റുകളിലായി 8500 പട്ടാളക്കാരടങ്ങുന്ന 3 യൂണിറ്റ് പട്ടാളക്കാർ അഫ്ഗാനിസ്ഥാന്റെ കാബൂളിന്റെ മുകളിലേക്ക് പറന്നിറങ്ങി. അതിലൊരു പ്രത്യേകം അസാൾട്ട് യൂണിറ്റ് അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്ന കോമ്രേഡ് ഹഫീസുള്ള അമീൻ താമസിക്കുന്ന അവിടുത്തെ ഭരണ കേന്ദ്രമായിരുന്ന താജ്ബർഗ് പാലസിലേക്ക് പോവുകയും അദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിക്കുകയും വെടിവെപ്പ് നടക്കുകയും അഫ്ഗാനിസ്ഥാന്റെ ഭരണാധികാരി പ്രസിഡന്റ് ആയിരുന്ന കോമ്രേഡ് ഹഫീസുള്ള അമീൻ കൊല്ലപ്പെടുകയും ചെയ്തു. 3 ദിവസം കൊണ്ട് കാബൂൾ പൂർണ്ണമായി കീഴടക്കിയ സോവിയറ്റ് യൂണിയൻ. അതിനുശേഷം കോമ്രേഡ് ബബ്രാക്കിനെ ഭരണാധികാരിയാക്കി. പക്ഷേ ആ സോവിയറ്റ് യൂണിയന് അടുത്ത 10 വർഷം യുദ്ധം ചെയ്തിട്ടും അഫ്ഗാൻ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ഒരു രാജ്യത്തേക്ക് ഒറ്റ രാത്രിയിൽ പറന്നിറങ്ങി വലിയ വിശാലമായ രാജ്യത്തിന്റെ ഭരണത്തലവനെ കൊന്നുകളയാൻ മാത്രം ധൈര്യമുണ്ടായിരുന്ന, ശക്തിയുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ ഡിക്ലൈനെ കുറിച്ച് പുസ്തകം എഴുതിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാർ പോലും കളിയാക്കി, പരിഹസിച്ച്, പുച്ഛിച്ചു വിട്ടിരുന്നു. പക്ഷേ 1991 ഡിസംബർ 26 ക്രിസ്മസിന്റെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലോകം കാണുന്നത് ഒരിക്കലും തകരുകയില്ല എന്ന് ലോകം വിചാരിച്ചിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന മഹാശക്തി ലോകത്ത് നിന്ന് ഇല്ലാതായി. അതിന് പല കാരണങ്ങളുണ്ട്. പെരസ്ട്രോയിക്ക എന്ന മിഖായേൽ ഗോർബച്ചേവിന്റെ പുസ്തകം കാണാം. സാമ്പത്തികമായി തകർക്കുന്നതിനു വേണ്ടി ഇന്നത്തെ അറബ് രാജ്യങ്ങൾ
സൗദി അറേബ്യ അടക്കമുള്ള ഒപ്പക്ക് രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം നിന്ന് സോവിയറ്റ് യൂണിയനെ സാമ്പത്തികമായി തകർക്കുന്നതിന് വേണ്ടിയുള്ള സകലമാന പദ്ധതികളും രഹസ്യത്തിൽ ആസൂത്രണം ചെയ്തു. സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ഒരു നാട്ടിൽ എപ്പോഴും 2 ചട്ടമ്പി ഉണ്ടായിരിക്കണം. ഒരു ചട്ടമ്പി മാത്രമായിട്ട് അവശേഷിച്ചു കഴിഞ്ഞാൽ അറബികളുടെ സർവനാശമാണ് പിന്നീട് ലോകം കാണുന്നത്. ഈ അമേരിക്കയും അമേരിക്കയുടെ പിൻബലത്തിൽ നിൽക്കുന്ന ഇസ്രായേലും കൂടി അറബ് രാജ്യങ്ങളെ സകലതിനെയും മുച്ചൂട് മുടിച്ചു കളയുന്ന കാഴ്ച പിന്നീട് ലോകം കണ്ടു. ഈ തരത്തിൽ നമ്മൾ തകരുകയില്ല, വലുതാണ്, ശക്തമാണ്, ഇതൊന്നും മാറുകയില്ല, ഇന്നോ നാളെയോ ഖിയാമത്ത് സംഭവിക്കുമെന്ന് നമ്മളുടെ പരിമിതമായ ജീവിത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ആളുകളുടെ ഇടയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. നമ്മളുടെ മുൻഗാമികളായ ഇമാമുകളെ കാണാം, ഹദീസ് പണ്ഡിതന്മാർ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഹദീസ് വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ അടിസ്ഥാനപരമായി നിയമമുണ്ട്. ഇദാ ലം യുജ്മഅ തുറുഖുൽ ഹദീസ് ഫലാ യഅരിഫു മഅനാഹു. ഹദീസിന്റെ മുഴുവൻ പദങ്ങളും ഒരുമിച്ച് കൂട്ടി, വന്ന മുഴുവൻ റിപ്പോർട്ടുകളും ഒരുമിച്ച് കൂട്ടിയിട്ട് വേണം ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളത്തിലല്ല. വുളു എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹദീസിനെ ഇത്ര ആഴത്തിൽ പഠിക്കണം. ഹദീസിനെ വിശദമായി വിശദീകരിച്ചിരുന്ന ഹദീസ് പണ്ഡിതന്മാർ ഇത്തരം സംഭവങ്ങൾ വരുമ്പോ അവരുടെ മുമ്പ് പൂർണ്ണമായി നടന്നു കഴിഞ്ഞാൽ ഹദീസിൽ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു, ആ സംഭവത്തിന്റെ എല്ലാ വിശേഷണങ്ങളോട് കൂടിയും നടന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവരെഴുതും, ഇത് നബിതങ്ങൾ ഖിയാമത്തിന്റെ അടയാളമായി പറഞ്ഞ സംഭവത്തിന് സാദൃശ്യമായ, അതിനോട് സമാനമായ ഒരു സംഭവമാണ് എന്ന് എഴുതി വെക്കുമായിരുന്നു. പക്ഷെ ഇവിടെ യുദ്ധം തുടങ്ങണ്ട, ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ പ്രസംഗം തുടങ്ങും. ഹദീസ് പറഞ്ഞ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുന്നത്, രാവിലെ പറയുന്നത് വൈകിട്ട് മാറ്റി പറയും. ഒരു തരത്തിലും അയാളുടെ വാക്കിലോ വീക്ഷണത്തിലോ പറച്ചിലോ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഭരണാധികാരിയുടെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന പേഴ്സണലൈസ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുന്ന പോസ്റ്റിന്റെ പേരിൽ ഇവിടെ പ്രസംഗിക്കാൻ നടന്നു കഴിഞ്ഞാൽ അതിന് എതിരായി ഇവിടെ പലരും പ്രസംഗിച്ചു, ഈ യുദ്ധത്തിൽ ഇറാൻ പൂർണ്ണമായി തോക്കും, അറബികളും അമേരിക്കയും ഇസ്രായേലും ജയിക്കും, അത് കഴിഞ്ഞിട്ടാണ് വലിയ യുദ്ധം വരാൻ പോകുന്നത് എന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് വരെ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ വലിയ മഹല്ലുകളിലെ ഖത്തീബുമാര് പ്രസംഗിച്ചു. പക്ഷേ ഇന്നലെ ഇസ്രായേലിന്റെ പാർലമെന്റ് ആയിരുന്ന ക്നീസ്റ്റിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ഏറ്റവും പ്രധാനമായി ഉന്നയിച്ച ആരോപണം, ഈ യുദ്ധത്തിന്റെ ഒരു ലക്ഷ്യവും പൂർത്തിയാക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ഈ വാക്ക് തന്നെ ഉപയോഗിച്ചു, ഇസ്രായേലിന്റെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റെടുക്കണമെന്ന് ഇന്നലെ പ്രഖ്യാപിക്കുന്നത് ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ ചർച്ച നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്ത് ഈ കഴിഞ്ഞ 10-20 വർഷത്തിന്റെ ഇടയിൽ അത്യാവശ്യം രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു മനുഷ്യനും ഇത് സംഭവിക്കുമോ എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന 10 കാര്യങ്ങൾ ഉപാധിയായി വെച്ചതിന് ശേഷം ഇറാൻ ധീരതയോടുകൂടി തല വെട്ടിക്കളഞ്ഞിട്ടും ഉടല് എഴുന്നേറ്റ് നിന്ന് തന്റെ രാജ്യത്തിനും തന്റെ ജനങ്ങളുടെ അവകാശത്തിനും വേണ്ടി പോരാടി മഹാശക്തിയെ, ലോകത്ത് മുഴുവൻ ഗുണ്ടായിസം കാണിച്ചിരുന്ന അവസാനത്തെ സാമ്രാജ്യത്വ ശക്തി എന്ന് ഇന്ന് വിളിക്കാൻ സാധിക്കുന്ന അമേരിക്ക പിന്നോട്ടോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 750 മുതൽ 1000 കോടിക്ക് വരെ ലോകരാജ്യങ്ങൾക്ക് വിറ്റിരുന്ന, എന്നാൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ തങ്ങൾ ഉപയോഗിച്ചിരുന്ന റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത F-35 ലൈറ്റ്നിംഗ് എന്ന് പറയുന്ന ജെറ്റ് വിമാനങ്ങളെ ഹീറ്റ് സീക്കിംഗ് മിസൈലുകൾ ഉപയോഗിച്ച് 1000 കോടിയിലധികം വില വരുന്ന മിസൈലുകളെ ഹീറ്റ് സീക്കിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ തകർത്തെറിയുന്ന കാഴ്ച ലോകം ഒരുപാട് പ്രാവശ്യം കണ്ടു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തി അവരുടെ നേവിയാണ്. USSR നിമിറ്റ്സ് മുതൽ അബ്രഹാം ലിങ്കണും ജെറാൾഡ് ഫോൾഡും അടക്കമുള്ള 1450 1,45,000 കോടി ഇന്ത്യൻ രൂപ വിലയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാനമായിരുന്ന കപ്പലുകൾ ഒന്ന് നിന്ന് കത്തിയതിനു ശേഷം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഗ്രീസിലേക്ക് മാറ്റുകയും ഏത് രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ പോകുമ്പോഴും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്ന അബ്രഹാം ലിങ്കൺ 1000 1500 നോട്ടിക് മൈൽ അകലെ ഒമാൻ തീരത്തേക്ക് മാറ്റി നിർത്തിയിട്ട് മാറി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ ലോകത്ത് കണ്ടു. ചുരുക്കി പറഞ്ഞാൽ
നമ്മൾ ഹദീസിന്റെ വാക്കാണ് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ബാക്കി അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. ഇന്നകും സതുസാലിഹൂന റൂമ സുൽഹൻ ആമിന. കരാറിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞാൽ ഇന്ന് അറബ് രാജ്യവും അമേരിക്കയും തമ്മിലുള്ള കരാർ മാത്രമല്ല, ചരിത്രത്തിൽ ഇതിനേക്കാൾ പുലരാൻ സാധ്യതയുണ്ടായിരുന്ന പല കരാറുകളും പല കാലങ്ങളിലും അറബ് യൂറോപ്യൻ ഭരണകർത്താക്കൾ തമ്മിൽ നടന്നിട്ടുണ്ട്. റോം എന്ന വാക്കിന് ഒരു തരത്തിലും ഹിസ്റ്റോറിക്കലി ഭാഷാപരമായി അമേരിക്ക എന്ന് അർത്ഥം കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഹദീസിന്റെ ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുരങ്ങ് നമ്മുടെ കുരങ്ങുമല്ല, ഈ സർക്കസ് നമ്മുടെ സർക്കസുമല്ല എന്നാണ് ഹദീസിന്റെ ഭാഷയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാക്കി ഭാഗം അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കാനും നാം